മലയാളത്തിൻ്റെ സൂപ്പർ താരം സാക്ഷാൽ മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് റിലീസിനൊരുങ്ങുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. 2019 ലൂസിഫർ എന്ന ചിത്രം ഒരുപാട് ഹൈപ്പുകൾ കൊടുത്തുകൊണ്ടിറങ്ങിയ സിനിമയായിരുന്നു. അതുവരെ പക്ഷേ തുടർച്ചയായി മോഹൻലാൽ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയത്തിലെത്താതിരുന്നത് മോഹൻലാൽ ആരാധകരെ നിരാശയിലാക്കിയിരുന്നു. ലാലേട്ടൻ്റെ മോശം സമയമെന്ന് പ്രേക്ഷകർ വിധിയെഴുതി. അതിനുശേഷമാണ് ഒരു ഫാൻ ബോയ് ചിത്രമായ ലൂസിഫർ പ്രേക്ഷക പ്രീതി ഏറെ നേടിക്കൊണ്ട് വിജയിച്ചത്. ഇന്ന് നീണ്ട 6 വർഷങ്ങൾക്കിപ്പുറം എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ കഥ പഴയതല്ല. ഒരുപാട് സോഷ്യൽ റിലവൻസസ് ഉള്ള മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ഹൈപ്പിലാണ് എമ്പുരാൻ. എമ്പുരാൻ എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ കത്തിക്കയറുകയാണ്. ഏതാണ് പ്രേക്ഷകരെ ഇത്രയേറെ പ്രതീക്ഷ വയ്പ്പിക്കുന്ന ഘടകം? ലൂസിഫറിൻ്റെ 2ാം ഭാഗം. പൃഥ്വി, ലാലേട്ടൻ, മുരളിഗോപി കൂട്ടുകെട്ട് ഇന്നത്തെ സോഷ്യൽ റിലവൻ്റായ അനീതികളെ കാട്ടിത്തരുമോ? അന്ന് ലൂസിഫറിൽ ഡ്രഗ് മാഫിയയുടെ തേരോട്ടത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളം മയക്കുമരുന്ന് എന്ന വിപത്തിനെക്കുറിച്ച് പരിചയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതേയുള്ളൂ. ലൂസിഫർ കേരളത്തിലെ പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിലെ കഥ പറഞ്ഞപ്പോൾ എമ്പുരാൻ അതിലൊതുങ്ങുന്ന ഒന്നാവില്ല എന്ന് ടീസറുകളിൽ തന്നെ വ്യക്തമാണ്. 6 രാജ്യങ്ങളിലായി ചിത്രീകരണം പൂർത്തീകരിച്ച സിനിമ. ഇതുവരെ മലയാള സിനിമയ്ക്ക് അപരിചിതമായ ക്യാൻവാസ്. ക്യാരക്ടർ പോസ്റ്ററുകൾ ഇതിനകം റിലീസായി കഴിഞ്ഞു. ഇതിലൂടെ നമുക്ക് സിനിമയുടെ വലിപ്പം ഊഹിക്കാനാവാത്ത വിധം മികവുറ്റതാണെന്ന് അനുമാനിക്കാം. ഇനി മറ്റൊരു ആകർഷണത്വം എന്തെന്നു വച്ചാൽ ഇതിൻ്റെ പ്രൊഡക്ഷനാണ്. ആശീർവാദിൻ്റെ ഒപ്പം നിർമ്മാണം വഹിക്കുന്നത് രാജ്യത്തെ പ്രധാന നിർമ്മാണ കമ്പനികളിലൊന്നായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. ജയപരാജയങ്ങൾ നേരിട്ട് മുന്നേറുന്ന ആശീർവാദിൻ്റെ അവസാനം പടം ബോക്സ് ഓഫീസിൽ പരാജയം നേരിട്ടിരുന്നു. ഇക്കഴിഞ്ഞ വർഷം ഭേദപ്പെട്ട കളക്ഷൻ മാത്രം നേടിക്കൊണ്ടിരുന്ന ലൈക്ക പ്രൊഡക്ഷനും ഇതൊരു പുതിയ കാൽവെപ്പാണ്. മലയാളത്തിലേക്കുള്ള ലൈക്കയുടെ കടന്നുകയറ്റം മാറ്റം സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയണം. ലോകമെമ്പാടുമുള്ള മലയാളികളെ പ്രതീക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് റിലീസിനൊരുങ്ങുന്ന എമ്പുരാൻ ഹിന്ദി, ഇംഗ്ലീഷ് ക്ലബ്ബുകളിൽ വൻ ചർച്ചാ വിഷയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ക്ഷമയോടെ കാത്തിരിക്കാം എമ്പുരാൻ്റെ വരവിനായി.